ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല കൊതിപ്പിക്കുന്ന രുചിയിലുള്ള ഒരു മസാല ചായയാണ്. സാധാരണ ചായയിൽ നിന്നും വ്യത്യസ്തമായി വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് മസാല ചായ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ആ മണവും ടേസ്റ്റും ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചായ വെക്കുന്ന ഏത് പാത്രമാണെങ്കിൽ നമുക്ക് വെച്ചെടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാൽ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാൽ എത്രയാണ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ അതേ അളവിൽ നമുക്ക് വെള്ളം ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് മസാലകളൊക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമുക്ക് നല്ല ഫ്രഷായ ഇഞ്ചി എടുക്കാൻ നോക്കുക. അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഏലക്കായ കേട്ടോ, അതൊന്ന് തൊണ്ടോടുകൂടി ചതച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ചേർത്തി കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ ഞാനിതാ ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് കുറച്ച് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് ചേർത്തി കൊടുക്കരുത്, അപ്പോൾ ഭയങ്കര ഒരു കുത്തുമണമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഏത് പൊടിയാണ് ചായപ്പൊടി ചേർക്കുന്നതെങ്കിൽ അത് നമുക്ക് ചേർത്തി കൊടുക്കാം. ഏത് ബ്രാൻഡിനും ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ പാൽ ചായ ആയിരിക്കുമ്പോൾ കുറച്ച് പൊടി നമ്മൾ കൂടുതൽ ചേർത്തി കൊടുക്കും. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം നമ്മൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ മസാലകളൊക്കെ ചായക്കൊപ്പം ചേർക്കുമ്പോൾ വരുന്ന ആ മണം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞേക്കാൻ വയ്യ. നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ആ വ്യത്യാസം ഉറപ്പായും നിങ്ങൾക്ക് മനസ്സിലാകുകയെ. ഇനി നമ്മളിതിൽ പഞ്ചസാര ചേർത്തിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തുള്ളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു 2 മിനിറ്റോളം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആകാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഏലക്കായൻ്റെയും പട്ടേൻ്റെയും എല്ലാ സ്മെല്ലും അതിലൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചായ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല പതയോട് കൂടിയിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കും ചെയ്യണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം നമുക്കത് അങ്ങനെ ചെയ്തെടുക്കണേ. നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം മിസ് ചെയ്യാതെ കാണാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കൊരു ഗ്ലാസ്സിലായിട്ട് സെർവ് ചെയ്യാം. മഴയുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ഈ ചായയുടെ കൂടെ ഒരു പലഹാരവും ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ചായ. നല്ല ചൂടോടെ ഇത് കുടിക്കുമ്പോഴുള്ള ആ സുഖം വേറെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.